RJ സിവിൽ സർവീസ് ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2020 നവംബർ 8 വരെയുള്ള ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്നു മുതൽ RJ സിവിൽ സർവീസ് അക്കാദമിയിൽ പുതിയൊരു പ്ലേലിസ്റ്റും കൂടി വരികയാണ്. PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ വിവിധ സ്റ്റഡി മെറ്റീരിയൽസുകൾ RJ സിവിൽ സർവീസ് അക്കാദമിയിലൂടെ ലഭിക്കുന്നതാണ്. നമുക്ക് ആനുകാലിക സംഭവങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ലോകത്തിലെ ആദ്യ 6G സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യം ഏത്? ലോകത്തിലെ ആദ്യ 6G സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യം ഏത്? നമുക്കറിയാം, നമ്മളൊക്കെ 4Gയിലൊക്കെ എത്തിയിരിക്കുന്ന കാലഘട്ടത്തിൽ 6G സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യം നമുക്ക് ഏതാണെന്ന് നോക്കാം. ചൈനയാണ് 6G സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ 6G ചൈന. 2020 നവംബറിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത സേനാ വിഭാഗം. 2020 നവംബറിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത സേനാ വിഭാഗം നമുക്ക് ഏതാ നോക്കാം. സെക്രട്ടേറിയറ്റിൻ്റെ സുരക്ഷാ ചുമതല സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ സുരക്ഷാ ചുമതല ആർക്കാണ്? സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, അതായത് SISF. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2021 ഫെബ്രുവരി മാസത്തോടെ ലഭ്യമാക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കോവിഡ് വാക്സിൻ. 2021 ഫെബ്രുവരി മാസത്തോടെ ലഭ്യമാക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കോവിഡ് വാക്സിൻ്റെ പേരെന്ത്? കോവിഡ് വാക്സിൻ്റെ പേര് ഓർക്കാൻ എളുപ്പമുണ്ട്. കോവാക്സിൻ എന്ന് തന്നെയാണ്. ICMR ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. കോവാക്സിൻ. അടുത്ത ചോദ്യം. അമർപരുന്തുകളെ വേട്ടയാടുന്നത് നിരോധിച്ച സംസ്ഥാനം. അമർപരുന്തുകളെ വേട്ടയാടുന്നത് നിരോധിച്ച സംസ്ഥാനം ഏത്? ത്രിപുരയാണ് അമർപരുന്തുകളെ വേട്ടയാടുന്നത് നിരോധിച്ചത്. ത്രിപുരയിലെ മുഖ്യമന്ത്രിയുടെ പേരും കൂടെ നമ്മൾ പഠിക്കുക. ബിപ്ലവ് കുമാർ ദേബ് എന്നാണ്. ബിപ്ലവ് കുമാർ ദേബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ പുതിയ ഡയറക്ടർ. നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ പുതിയ ഡയറക്ടർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. യുവരാജ് മാലിക്. ആരാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാൻ? യുവരാജ് മാലിക്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സ്വാഭാവിക വനങ്ങൾക്ക് സമാനമായി സൂക്ഷ്മ വനങ്ങൾ നഗരപ്രദേശങ്ങളിൽ നിർമ്മിക്കാൻ വേണ്ടി ആരംഭിച്ച മാതൃകാ വനവൽക്കരണ പരിപാടി. സ്വാഭാവിക വനങ്ങൾക്ക് സമാനമായി സൂക്ഷ്മ വനങ്ങൾ നഗരപ്രദേശങ്ങളിൽ നിർമ്മിക്കാൻ വേണ്ടി ആരംഭിച്ച മാതൃകാ വനവൽക്കരണ പരിപാടി മിയാവാക്കി. എന്താണ്? മിയാവാക്കിയാണ് ഇത്തരത്തിലുള്ള നഗരങ്ങളിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മാതൃകാ വനവൽക്കരണ പരിപാടി മിയാവാക്കി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2020 ഡിസംബറിൽ നടക്കുന്ന വേൾഡ് പ്രസ് ഫ്രീഡം കോൺഗ്രസിൻ്റെ വേദി. 2020 ഡിസംബറിൽ നടക്കുന്ന വേൾഡ് പ്രസ് ഫ്രീഡം കോൺഗ്രസിൻ്റെ വേദി നെതർലാൻഡാണ്. നെതർലാൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ. യുനെസ്കോയുടെ ഗില്ലർമോ കാനോ പുരസ്കാരം സമ്മാനിക്കുന്നത് ഏത് മേഖലയിലാണ്? യുനെസ്കോയുടെ ഗില്ലർമോ കാനോ പുരസ്കാരം സമ്മാനിക്കുന്നത് ഏത് മേഖലയിൽ? ഗില്ലർമോ കാനോ പുരസ്കാരം പത്രസ്വാതന്ത്ര്യത്തിനാണ് ഗില്ലർമോ കാനോ പുരസ്കാരം കൊടുക്കുന്നത്. ലോക പത്രസ്വാതന്ത്ര്യദിനം മെയ് 3 ലോക പത്രസ്വാതന്ത്ര്യദിനം മെയ് 3. ആ ദിനത്തിലാണ് ഗില്ലർമോ കാനോ പുരസ്കാരം നൽകുന്നത്. 2020 പുരസ്കാരം ലഭിച്ചത്, ശ്രദ്ധിക്കുക, ജിനത് ബദോയ ലിമ ആണ് 2020 വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസിൻ്റെ പുരസ്കാരം ലഭിച്ചത്. പത്രസ്വാതന്ത്ര്യത്തിന് കൊടുക്കുന്ന പുരസ്കാരമാണ് ഗില്ലർമോ കാനോ പുരസ്കാരം. അടുത്ത ക്വസ്റ്റ്യൻ. ആത്മാവിലേക്കൊരു തീർത്ഥയാത്ര, ആമസോണും കുറേ വ്യാകുലതകളും, ഹൈമവത ഭൂവിൽ തുടങ്ങിയ കൃതികൾ രചിച്ചതാര്? ആത്മാവിലേക്കൊരു തീർത്ഥയാത്ര, ആമസോണും കുറേ വ്യാകുലതകളും, ഹൈമവത ഭൂവിൽ തുടങ്ങിയ കൃതികൾ രചിച്ചത് ആരാണ്? 3 പ്രധാനപ്പെട്ട കൃതികളാണ്. നോക്കാം. MB വീരേന്ദ്രകുമാറാണ് ഈ കൃതികൾ രചിച്ചത്. അതിൽ ഹൈമവത ഭൂമി എന്ന രചനയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് ഒക്കെ തുടങ്ങിയ യാത്രാവിവരണമാണ് MB വീരേന്ദ്രകുമാറിൻ്റെ ഹൈമവത ഭൂമി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ERMB എന്ന ഡിജിറ്റൽ കറൻസി ഏത് രാജ്യത്തിൻ്റെതാണ്? ERMB എന്ന ഡിജിറ്റൽ കറൻസി ഏത് രാജ്യത്തിൻ്റെതാണ്?
ഇതിൻ്റേതാണ്. ഈ അടുത്തായിട്ട് വന്നതാണ് ERMB. ചൈനയുടെ അതാണ് ERMB എന്ന ഡിജിറ്റൽ കറൻസി. അതുപോലെ ശ്രദ്ധിക്കുക, ചൈനയുടെ സെൻട്രൽ ബാങ്ക് പീപ്പിൾസ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സെൻട്രൽ ബാങ്ക് എന്നറിയപ്പെടുന്ന പീപ്പിൾസ് ബാങ്ക് ഓഫ് ഇന്ത്യ ചൈനയുടെ കറൻസിയാണ് ERMB. അടുത്ത ചോദ്യം നോക്കാം. മറ്റൊരു കറൻസിയുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. ഇറാൻ്റെ പുതിയ കറൻസി, ഇപ്പോൾ വന്ന പുതിയ കറൻസിയാണ്. ഇറാൻ്റെ പുതിയ കറൻസിയുടെ പേരെന്ത്? ഇറാൻ്റെ പുതിയ കറൻസിയുടെ പേര് ടൊമാൻ എന്നാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. ടൊമാൻ PSCക്ക് പലപ്പോഴും ചോദിക്കാൻ സാധ്യതയുണ്ട്. ടൊമാൻ എന്നാണ് ഇറാൻ്റെ പുതിയ കറൻസിയുടെ പേര്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. എല്ലാ പൗരന്മാർക്കും സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. എല്ലാ പൗരന്മാർക്കും സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? മഹാരാഷ്ട്രയാണ് ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. എല്ലാ പൗരന്മാർക്കും സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയുടെ പേര് ഉദ്ധവ് താക്കറെ. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് മുഗൾ രാജാവിൻ്റെ കല്ലറ കണ്ടെത്തി സ്മാരകമാക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്? ഏത് മുഗൾ രാജാവിൻ്റെ കല്ലറ കണ്ടെത്തി സ്മാരകമാക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്? ഏത് മുഗൾ രാജാവിനെ നോക്കാം. ദാരാ ഷിക്കോവാണ്. ഷാജഹാന്റെ മൂത്ത പുത്രനായിരുന്നു ദാരാ ഷിക്കോവ്. എന്നാൽ സ്വന്തം സഹോദരനായ ഔറംഗസീബിനാൽ വധിക്കപ്പെട്ട ആളാണ് ദാരാ ഷിക്കോവ്. അദ്ദേഹം ഭഗവത്ഗീത അടക്കം ധാരാളം ഉപനിഷത്തുകൾ സംസ്കൃതത്തിൽ നിന്ന് പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ആരാണ്? ദാരാ ഷിക്കോവാണ്. ദാരാ ഷിക്കോവിൻ്റെ സ്മാരകമാണ്. അതേപോലെ തന്നെ ഷാജഹാന്റെ മൂത്ത പുത്രനാണ് ഇദ്ദേഹത്തിൻ്റെ സ്മാരകമാണ് തീർക്കാൻ പോകുന്ന കേന്ദ്ര സർക്കാർ. സ്വന്തം സഹോദരൻ ഔറംഗസീബിനാൽ വധിക്കപ്പെട്ടു. അതേപോലെ ഭഗവത്ഗീതയടക്കം ധാരാളം ഉപനിഷത്തുകൾ സംസ്കൃതത്തിൽ നിന്ന് പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഗണിതശാസ്ത്രത്തിലെ നോബൽ എന്നറിയപ്പെടുന്ന ആബേൽ പുരസ്കാരം 2020 നേടിയതാരല്ല. അപ്പോൾ ഇവിടെ രണ്ട് ചോദ്യങ്ങൾ ശ്രദ്ധിക്കാൻ. ഗണിതശാസ്ത്ര നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏത്? ആബേൽ പുരസ്കാരം. അത് 2020 നേടിയതാരല്ല. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ഹിലൽ ഹസ്റ്റൻബർഗാണ് ഒന്ന്. ഹിലൽ ഹസ്റ്റൻബർഗും അതേപോലെ ഗ്രിഗറി മാർഗലീസുമാണ് ഈ പുരസ്കാരം നേടിയത്. ഗ്രിഗറി മാർഗലീസും ഹിലൻ ഹസ്റ്റൻബർഗും. ശ്രദ്ധിക്കുക, ഗ്രിഗറി മാർഗലീസ് അതേപോലെ ഹിലൽ ഹസ്റ്റൻബർഗ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരള ബാങ്ക് ഔദ്യോഗിക നിലയിൽ വന്നത് എന്ന്? ഒരു വർഷം മുമ്പുള്ളതാണെങ്കിൽ പോലും ഇന്ന് ഈ മാസം അതിൻ്റെ 1ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് PSCയിലൊക്കെ സാധ്യതകളുള്ള ചോദ്യം തന്നെയാണ്. കേരള ബാങ്ക് ഔദ്യോഗിക നിലവിൽ വന്നത് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. നവംബർ 28, 2019 നവംബർ 28-നാണ് കേരള ബാങ്ക് നിലവിൽ വന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലോകസഭയിലും നിയമസഭയിലും ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾക്കുള്ള സംവരണം എടുത്തു കളയാനുള്ള ഭരണഘടനാ ഭേദഗതി ഏത്? ലോകസഭയിലും നിയമസഭയിലും ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾക്കുള്ള സംവരണം എടുത്തു കളയാനുള്ള ഭരണഘടനാ ഭേദഗതി ഏത്? ഭരണഘടനാ ഭേദഗതി നോക്കാം. 104 ഭരണഘടനാ ഭേദഗതിയാണ് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾക്കുള്ള സംവരണം എടുത്തു കളയാനുള്ള ഭേദഗതി. 104 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾക്കുള്ള സംവരണം എടുത്തു കളയാനുള്ള ഭേദഗതി ഏതാണ്? 104. അടുത്ത ചോദ്യം. കലേശ്വരം ജലസേചന പദ്ധതി ഏത് നദിയിലാണ്? കലേശ്വരം ഈ അടുത്ത വലിയ പ്രചാരം ലഭിച്ച ജലസേചന പദ്ധതിയാണ് കലേശ്വരം ജലസേചന പദ്ധതി. ഇത് ഏത് നദിയിലാണ് എന്നുള്ളതാണ് ചോദ്യം. കലേശ്വരം ജലസേചന പദ്ധതി ഗോദാവരി നദിയിലാണ്. ഗോദാവരിയെക്കുറിച്ച് പറയുമ്പോൾ ഉപദ്വീപിയൻ നദികളിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. ഉപദ്വീപിയൻ നദികളിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗോദാവരി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൈൻഡ് മാസ്റ്റർ എന്ന ആത്മകഥ ആരുടേത്? മൈൻഡ് മാസ്റ്റർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. മൈൻഡ് മാസ്റ്റർ എന്ന ആത്മകഥ ആരുടേത്? മൈൻഡ് മാസ്റ്റർ എന്ന ആത്മകഥ വിശ്വനാഥൻ ആനന്ദിൻ്റേതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തിടെ അന്തരിച്ച മേഴ്സിഡസ് എന്ന വിഖ്യാത എഴുത്തുകാരൻ്റെ ഭാര്യ ആണ്. അടുത്തിടെ അന്തരിച്ച മേഴ്സിഡസ് ഏത് വിഖ്യാത എഴുത്തുകാരൻ്റെ ഭാര്യയാണ്? ശ്രദ്ധിക്കുക, മേഴ്സിഡസ് ഏത് വിഖ്യാത എഴുത്തുകാരൻ്റെ ഭാര്യ ആണ്? ഉത്തരത്തിലേക്ക് പോകാം. ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ് ആണ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കോസിൻ്റെ ഭാര്യയാണ് മേഴ്സിഡസ് ഗബ്രിയേൽ ഗാർസിയ മാർക്കോസിൻ്റെ ഭാര്യ. ഇനി ഗബ്രിയേൽ ഗാർസിയ മാർക്കോസിനെ കുറിച്ചുള്ള പ്രത്യേകതകൾ PSCക്ക് പലപ്പോഴായി ചോദിക്കാറുണ്ട്. വിഖ്യാത ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനാണ്. അതായത് നോബൽ പുരസ്കാര ജേതാവാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ അതാണ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഏകാന്തതയുടെ 100 വർഷങ്ങൾ,
കോളറക്കാലത്തെ പ്രണയം, ഇത് രണ്ടും പല പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഏകാന്തതയുടെ 100 വർഷങ്ങൾ, കോളറക്കാലത്തെ പ്രണയം, ഇത് ഗബ്രിയേൽ ഗാർസിയ മാർക്വസിൻ്റെ പ്രധാന കൃതികളാണ്. അദ്ദേഹത്തിൻ്റെ വൈഫാണ് മെഴ്സിഡസ്. അവർ ഈ അടുത്തായിട്ടാണ് അന്തരിച്ചത്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തുടർന്നുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ്, അതുപോലെ PSC അനുബന്ധമായ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനലിൻ്റെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.